പിടിച്ചപ്പോൾ 10ാം ക്ലാസ് തോറ്റൊരു മത്സരാർത്ഥിയെ പരിചയപ്പെടാം ഇനി. 1958-ൽ ടാബ്ലോയ്ക്ക് 1ാം സ്ഥാനം കിട്ടിയ കണ്ണൂർ കണ്ടക്കൈ സ്വദേശി പത്മാവതി. ഓരോ കലോത്സവവും ഒരു തോൽവിയുടെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ 76-കാരിക്ക്. 1958 തിരുവനന്തപുരത്ത് നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവം. MP പത്മാവതി എന്ന 15-കാരി ആദ്യമായി കലോത്സവത്തിന് പങ്കെടുക്കുന്നതും തിരുവനന്തപുരത്ത് എത്തുന്നതും അപ്പോഴാണ്. ഗരുഡവാഹനം എന്ന ടാബ്ലോ മത്സരം. കൂട്ടുകാരായ കമലാക്ഷിക്കും ദമയന്തിക്കും ഒപ്പമായിരുന്നു ടാബ്ലോ അവതരണം. പെൺകുട്ടികളെ പഠിക്കാൻ വിടാൻ പോലും മടിച്ചിരുന്ന കാലത്ത് ഏറെ എതിർപ്പുകൾക്കിടെയാണ് മത്സരത്തിൽ പങ്കെടുത്തത്. മഹാവിഷ്ണുവായ കുട്ടി എന്ന് പറഞ്ഞ കുട്ടീൻ്റെ മുഖേ ഒരു വിഷ്ണു ആവേണ്ട തരത്തിലുള്ള ഒരു മുഖം തന്നെയായിരുന്നു. അപ്പോൾ അതിന് മേച്ചായ 2 കുട്ടികളെ നമ്മളെ സെലക്ട് ചെയ്തു. അമ്മാവനൊരു സ്കൂൾ മാഷായിരുന്നു. അയ്യോ ഇത്ര ദൂരമൊന്നും വിടൂല, അതുകൊണ്ട് നിങ്ങൾ അതിന് ഇവിടെ പ്രേരിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. 1ാം സ്ഥാനം കിട്ടി തിരിച്ചു വരുമ്പോൾ പറശ്ശിനിക്കടവ് സ്കൂളിൽ ഒരുക്കിയ വൻ സ്വീകരണം ഇന്നും മായാത്ത ഓർമ്മയാണ്. പക്ഷേ 10ാം ക്ലാസ് ഫലം വന്നപ്പോൾ തോറ്റുപോയി. പിന്നീട് എഴുതി എടുത്തതുമില്ല. ഈ ഒരു പ്രോഗ്രാമിന് താല്പര്യം വരുമ്പോൾ കണക്ക് ഞാനേ വീക്കാം. അപ്പോൾ പിന്നെ അതിലങ്ങനെ പോയതാണ്. അന്ന് ഗ്രേസ് മാർക്ക് ഇല്ലായിരുന്നു. ഇന്ന് മത്സരാർത്ഥികൾക്കും വിജയികൾക്കും കിട്ടുന്ന പ്രാധാന്യവും പിന്തുണയും കാണുമ്പോൾ ഇടയ്ക്ക് തോന്നാറുണ്ട് പത്മാവതിക്ക് ഒരു 50 വർഷത്തിനിപ്പുറം ജനിച്ചാൽ മതിയായിരുന്നു. കണ്ണൂരിൽ നിന്നും JS സാജനൊപ്പം പ്രിയ ഇളവള്ളിമഠം, ഏഷ്യാനെറ്റ് ന്യൂസ്. കേരളത്തിന്റെ പാരീസാണ് കണ്ണൂരിലെ തലശ്ശേരി. സംസ്ഥാനത്തെ ഏറ്റവും പുതിയ ഫാഷൻ വസ്ത്രങ്ങൾ